ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയിട്ട് ഇഫ്താർ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് 1/2 കിലോ അളവ് വരുന്ന ഇതുപോലത്തെ ഒട്ടും എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഈ നല്ല എരിവ് വേണ്ടവർക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറും അല്ലെങ്കിൽ നാരങ്ങ നീരെടുത്താലും മതിയാകും. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ വലിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. ഓരോരുത്തർ എടുക്കണ ഉപ്പിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കും. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പോലെ അടിച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി പേസ്റ്റാക്കി എടുക്കണ്ട, ഈ ഒരു രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നാൽ ഒത്തിരി ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എടുക്കണ ആ ഒരു ചിക്കനിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ കിട്ടൂല, നല്ല ലൂസായിട്ടാകും ഉണ്ടാകുക. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റ് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൽ 20 ഷീറ്റാണ് ഉള്ളത്. ഈ ഒരു 20 ഷീറ്റിലേക്ക് കറക്റ്റായിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ഉണ്ടാക്കിയെടുത്താലും മതിയാകും. ബാക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇനി ഒരു ഷീറ്റ് 1 മണിക്കൂർ മുന്നെങ്കിലും പുറത്ത് വെക്കണം, എന്നാലേ അതിൽ നിന്ന് ഒട്ടും കീറി പോകാതെ സോഫ്റ്റായിട്ട് വിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു ഫില്ലിങ് ഇതുപോലത്തെ ഒരു പൈപ്പ് ബാഗിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ റോൾ എടുക്കുക, ഇതുപോലെ അങ്ങ് ചെയ്തിട്ടെടുക്കുക. എനിക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി നിറച്ച് കൊടുക്കേണ്ട, കുറച്ച് ആവശ്യത്തിന് ഫില്ലിങ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, ഭയങ്കര സിമ്പിളുമാണ്. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബ്രഷോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഒരു സൈഡിൽ അങ്ങ് നനച്ച് കൊടുക്കുക കേട്ടോ, അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദൻ്റെ ആ ഒരു പേസ്റ്റും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും കൂടെ ഈസിയും എളുപ്പവും ഇങ്ങനെ ആക്കിയെടുക്കണതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിവിടെ ഒട്ടി വന്നിട്ടുണ്ട്. ഇനി എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഈ 20 ഷീറ്റും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതെങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ നോക്കാം. ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെരിച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് പോകും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നേരിട്ട് എണ്ണയിലേക്ക് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തേക്ക് ചെയ്ത് നോക്കുന്നവർ ഇങ്ങനെ ചെയ്ത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കും. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നിച്ചിട്ട് കൊടുക്കരുത്, അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും നല്ല പോലെ ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി മൊരിച്ചെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ തന്നെ ചിക്കൻ നല്ല പോലെ വെന്തിട്ട് കിട്ടും. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും നല്ല പോലെ കളർ മാറിയിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി എണ്ണ ഞങ്ങൾ കോരി മാറ്റാം. നല്ല സിമ്പിളാണ്, അതുപോലെ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്സ് കൂടിയാണിത്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലേക്ക് എണ്ണ തെറിക്കാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുന്നവർ ഇങ്ങനെ എണ്ണയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത്.
ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് അരച്ചെടുത്തുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ വെന്ത് കിട്ടില്ല എന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റ് വേവുന്ന സമയം മതിയാകും ഈ ഉള്ളിലുള്ള ആ ഒരു ചിക്കനൊക്കെ വെന്ത് കിട്ടാനായിട്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. നല്ല സിമ്പിളാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് കൂടിയാണിത്. അപ്പോൾ ഇഫ്താർ പാർട്ടികൾക്കൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണിത്. പിന്നെ നാടൻ ഫില്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടേസ്റ്റ് അത്രക്കങ്ങ് ഇഷ്ടമായിന്ന് വരില്ല, കാരണം ക്യാപ്സിക്കം സോസൊക്കെ അരച്ചെടുക്കണോണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്